മനസ്സജൻ ജാമ്യത്തിലിറങ്ങുന്നു. കുട്ടിമണിയെയും കൊണ്ട് ശിവയും അണ്ണാച്ചിയും ഒളിത്താവളത്തിലെത്തുന്നു. അവിടെ നിന്നും കുട്ടിമണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്നും സീത കുട്ടിമണിയെ രക്ഷിക്കുന്നു. കനകം കുട്ടിമണിയെയും കൊണ്ട് രക്ഷപ്പെട്ടതായി കഥയുണ്ടാക്കാൻ മതികലയുടെ ശ്രമം. വരുന്ന വഴിക്ക് കനകത്തെ നിങ്ങൾ വഴിയിലിറക്കി വിട്ടു എന്നല്ലേ പറഞ്ഞത്? അതെ മേഡം. കനകം കുട്ടിമണിയും കൊണ്ട് എവിടേക്കോ പോയി എന്ന് കഥയുണ്ടാക്കണം. എന്നാൽ കുട്ടിമണി വയലോരം വീട്ടിലെത്തുന്നു. ഒപ്പം സീതയും. കുട്ടിമണി, അമ്മേ, സീത മോളെ, എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, എവിടായിരുന്നു നീ ഇതുവരെ? എനിക്കിത് വിശ്വസിക്കാമോ? ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അയ്യോ, സ്വപ്പൊന്നും അല്ല, സത്യമാ. വലിയ എന്നെ ദുട്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചേ. നല്ല അടിയും കൊടുത്തു. കണ്ണുമൂച്ചേ, അടേ കണ്ണുമൂച്ചേ, എന്നെ ഇട്ടിട്ട് എവിടെ പോയതായിരുന്നു? അത് പിന്നെ അതാണ് എന്റെ പഴയ വലിയേച്ചി. പാവ, എന്നെ ഒരുപാട് ഒത്തിരി ഒത്തിരി ഇഷ്ടാ. എന്തുണ്ട് ബാലേട്ട വിശേഷം? എന്നെ ഓർക്കുന്നുണ്ടോ? സീതേ, ഭാഗ്യം, എന്നെ മറന്നിട്ടില്ല. ബാലേട്ടൻ ചന്ദ്രേട്ടനായപ്പോ ബന്ധങ്ങളുടെ പഴയ പുസ്തകം കത്തിച്ച് കടലിലൊഴുക്കിന്ന സീത കരുതിയത്. അത് ചെയ്തില്ല അല്ലേ? സീത, ഞാൻ ഇതാണല്ലേ ബാലേട്ടന്റെ പുതിയ ഭാര്യ ഇന്ദു, കുട്ടിമണിയുടെ പുത്തൻ വല്യേച്ചി. വരുന്ന വഴിക്ക് കുട്ടിമണി എല്ലാം പറഞ്ഞു. അല്ലാതെയും വിവരങ്ങൾ കിട്ടിയിരുന്നു. വയലൂർ വീട്ടില് ഇന്ദു എന്ന പുത്തൻ വല്യേച്ചി വന്നതും പുത്തൻ വല്യേച്ചി ബാലേട്ടനെ ചന്ദ്രേട്ടാന്ന് വിളിക്കുന്നതും തൊട്ട് കുട്ടിമണിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുവാവ് വന്നതും മുതൽ എല്ലാം കുട്ടിമണി പറഞ്ഞു. എന്റെ വയറ്റിലും ഒരു കുഞ്ഞുവാവ് വളരുന്നുണ്ട്. ബാലേട്ടനത് മനസ്സിലായി കാണുമല്ലോ.
തിരിച്ചു വരില്ല എന്ന് കരുതിയല്ലേ ബാലേട്ട? ഓ, ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയാണല്ലോ ബാലേട്ടൻ കല്യാണം കഴിച്ചത്. വരുന്ന വഴി വേറൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞതാ അത്, ബാലേട്ടന്റെ അത്തരം ഒരു അപാര ബുദ്ധിയെക്കുറിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട് കലമോളെ വിശേഷം? നട്ടപ്പാതിരയ്ക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങി നടക്കുന്ന പതിവ് ഇപ്പോഴും ഉണ്ടോ? ഉണ്ടോടി? ഇല്ല ഇല്ല. അപ്പോ നീ നന്നായോ? ആ, പിന്നെ നീ ഇപ്പോഴും അയൺ ബോക്സ് ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? പിന്നെ സിജ, കൺഗ്രാറ്റ്സ്, കുഞ്ഞിന്റെ അച്ഛനാകാൻ പോവല്ലേ. പിന്നെ എവിടെ മനസ്സിന്റെ ആ കാറ്, ആ വെള്ള ഇന്നോവ? അത് സീതേർത്തി. വല്യേച്ചി, ഈ മനുഷ്യനെ ഇപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടാ, ഒരുപാട് ഇഷ്ടാ. അല്ല, ഇഷ്ടല്ലേ? ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്ന ഏതൊരു ഭാര്യയും ഭാഗ്യമുള്ളവളാ. നഷ്ടപ്പെടുന്നവള് ഭാഗ്യമില്ലാത്തവളും. ഞാൻ എന്ത് ചെയ്യണം ബാലേട്ട? ഈ വീട്ടിൽ എവിടെ എന്റെ സ്ഥാനം? ബാലേട്ടന്റെ മുറിയിലോ അതോ അടുക്കള ചായ്പിലോ? ചന്ദ്രേട്ടന്റെ ഭാര്യ ഇപ്പൊ ഞാനാ. എന്റെ കഴുത്തിൽ കിടക്കുന്നത് ചന്ദ്രേട്ടന്റെ താലിയാ. എന്തു പറഞ്ഞ 3 ഗ്രാം തൂക്കമുള്ള ബന്ധത്തിന്റെ സ്വർണ്ണത്തിളക്കം എന്റെ കഴുത്തിലും ഉണ്ട്. എന്തുവിന്റെ ചന്ദ്രേട്ടൻ കെട്ടിയത്, അതും അഗ്നിസാക്ഷിയായി. സീത ചന്ദ്രേട്ടൻ ഇട്ടിട്ട് പോയതുകൊണ്ടല്ലേ ചന്ദ്രേട്ടൻ വേറെ കെട്ടിയത്. ഇനിയിപ്പോ പഴയ കാര്യങ്ങള് പറയുന്നത് എന്തിനാണെന്നല്ലേ? അല്ല, കൃത്യമായിട്ടൊരു എക്സ്പയറി ഡേറ്റ് ഉള്ളതാണോ താലി? ഒരു ഭാര്യ നിലവിലിരിക്കെ വേറൊരു ഭാര്യ കൂടി ഉണ്ടാവുന്നത് നിയമപരമായി തെറ്റാണെന്നറിഞ്ഞുകൂടെ വക്കീലുകൂടായ ഇന്ദുവിന്? ചന്ദ്രേട്ടൻ ഇട്ടിട്ട് പോയതിന്റെ കുറ്റബോധം തീർക്കാൻ ന്യായം പറഞ്ഞു നോക്കുകയാണോ? എവിടെയായിരുന്നു ഈ പറഞ്ഞ ഭാര്യ ഇതുവരെ? എന്നെ വയലൂരും വീട്ടിലെ ബാലചന്ദ്രൻ ചോദ്യം ചെയ്യും, എന്റെ ഭർത്താവ്. അല്ലാതെ ഭർത്താവിന്റെ 2ാം ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. മക്കളെ, നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ. ആർക്കും നോവാത്തൊരു തീരുമാനം നമുക്കെടുക്കാം. എന്ത് തീരുമാനം? ബാലേട്ടനിൽ ആർക്കാണ് അവകാശമെന്നാണോ? സീതയ്ക്കോ ഇന്ദുവിനോ? ഗർഭിണിയായ സീതയെ വേണോ ബാലേട്ടന്, അതോ പണവും പത്രാസും ഒക്കെ ഉള്ള പുതിയ ഭാര്യയെ വേണോ? എന്റെ കഴുത്തി കിടക്കുന്ന താലി ഊരി ഞാൻ അമ്പലഭണ്ഡാരത്തിലിടാം. എന്റെ ചോദ്യങ്ങളും സങ്കടങ്ങളും ഞാൻ ദൈവത്തിനോട് പറയാം. പക്ഷെ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ദൈവമാണെന്ന് എനിക്കും പറയാൻ പറ്റുമോ? മോളെ, ഞാൻ നിന്നോട് എന്താ പറയേണ്ടത്? സ്നേഹം നഷ്ടപ്പെടുന്നതിന്റെ 10 ഇരട്ടി വേദനയാണമ്മേ സ്നേഹം പകുത്തു പോകുമ്പോൾ. ഇന്ദുവിന്റെ നെഞ്ചു പിടയ്ക്കുന്നത് എനിക്കിപ്പോ കേൾക്കാം. പഴയ ഭാര്യ തിരിച്ചു വരുമ്പോൾ പുതിയ ഭാര്യയുടെ സ്ഥാനം എന്താവുമെന്ന്. എനിക്കങ്ങനെ ഭയമൊന്നുമില്ല. ഞാൻ ഈ വയലോരം വീട്ടിൽ തന്നെ കാണും. ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? നിക്കണോ അതോ പോണോ? ഞാനെന്തായാലും കടത്തിണ്ടേലൊന്നും ഉറങ്ങത്തില്ല. കാരണം എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത്
വയലൂരം വീട്ടിലെ ബാലചന്ദ്രന്റെ കുഞ്ഞാ. അതിനെ കടത്തന്നെ കിടത്താൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞിന്റെ കാര്യം സീത എന്തിനാ എടുത്തെടുത്ത് പറയുന്നത്? ഇവിടുന്ന് പോകുമ്പോ ഗർഭിണിയൊന്നും അല്ലായിരുന്നല്ലോ. അടിച്ച് കർണം പുകയ്ക്കേണ്ട ഒരു ചോദ്യമാ നീ ഇപ്പൊ എന്നോട് ചോദിച്ചത്. പക്ഷെ ആ അടി ഞാനല്ലായിരുന്നു നിനക്ക് തരേണ്ടിയിരുന്നത്. ഈ നിൽക്കുന്ന മനുഷ്യനാ എന്റെ നിന്റെ ഭർത്താവ്. പിന്നെ എന്റെ കുഞ്ഞിന്റെ പിതൃത്വത്തെ പറ്റി നീ ചിന്തിച്ച് ആദ്യകൊള്ളണ്ട. വല്ല സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്, വീടിന്റെ അകത്ത് കലണ്ടർ കാണും. നീയും ചന്ദ്രേട്ടനും പോയിരുന്ന് കാളങ്ങൾ എണ്ണി കണക്ക് കൂട്ട്. സീതയുടെ ഗർഭത്തിന്റെ വളർച്ചയും ഉത്തരവാദിയുടെ പേരും അതിന് കിട്ടും. കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ്, കൂടുതൽ വിശ്വസിക്കുമ്പോഴാണ് കൂടുതൽ വിഷമിക്കേണ്ടി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ബലൻ എന്നെ അതും പഠിപ്പിച്ചു. നീ എന്നെ പഠിപ്പിച്ചതും അതാ. എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോരായിരുന്നു ബാലേട്ട. ഒരു രണ്ടാം കല്യാണം. അത് നീ കേട്ടത് ശരിയാ. നീ തിരിച്ചു വരാൻ വേണ്ടിയാ ഞാൻ. അപ്പോ ഒരു പരീക്ഷണമായിരുന്നു ഈ കല്യാണം അല്ലേ? പക്ഷേ എലിപ്പെട്ടിയിൽ ഭക്ഷണം വെച്ചിട്ട് എലിയെ വിളിക്കുന്നത് വളർത്താനാണോ ബാലേട്ട? കൊല്ലാനല്ലേ? സീതേ, ഞാൻ എന്താ ഉത്തരവില്ലേ? എന്നെ കാണുമ്പോ നിങ്ങൾ ഓടി വന്ന് എന്നെ ചേർത്തടിക്കുമെന്നൊന്നും കരുതിയല്ല ഞാൻ വന്നത്. പുതിയ ഭാര്യ ഉപേക്ഷിക്കുമെന്ന ഒരു പ്രതീക്ഷ എനിക്കില്ലതാനും. പക്ഷെ ബാലേട്ട, രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. നിനക്ക് എന്താണ് സീത ശരിക്കും സംഭവിച്ചെന്നൊരു ചോദ്യം. പിന്നെ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന് നേരെ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം. രണ്ടും കിട്ടിയില്ല. പരാതിയില്ല ബാലേട്ട. മോളെ, അമ്മ ആദ്യം മരുമകളായി ഈ വീട്ടിലേക്ക് കയറ്റിയത് തന്നെയല്ലേ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ അമ്മ തന്നെ പറയണം. അമ്മ പറഞ്ഞ അമ്മയുടെ മകൻ കെട്ടിയ ഈ താലി ഞാൻ അഴിച്ചു മാറ്റാം. അവകാശത്തിന്റെ അവസാന ചരട് മുറിച്ച് പടിയിറങ്ങാം. അതുവരെ സീത ഈ വീട്ടിലുണ്ടാവും. പേടിക്കണ്ട, വേറൊരു പെണ്ണിന്റെ ഗന്ധമുള്ള മുറിയിൽ സീത കേറില്ല. ആദ്യം ഒരു തീരുമാനം വരട്ടെ, അല്ലേ ബാലേട്ട? കൊല്ലാനല്ലേ കൽമോളെ കഴിയൂ, തോൽപ്പിക്കാനാവത്തില്ലല്ലോ. വലിയച്ഛൻ ഞാനും വരുവാ. ഹോ, തുലാമഴ തുലാമഴ എന്നൊക്കെ പറയുന്നത് പണ്ടായിരുന്നു. ഇപ്പൊ എന്നതാ തുലാത്തിലും മീനച്ചൂട്. വല്യണ്ണന് പനിയല്ലായിരുന്നോ? പിന്നെ എന്തിനാ തൂമ്പയും എടുത്തോണ്ട് രാവിലെ തന്നെ ഇറങ്ങിയത്? വന്നേ, ഞാൻ കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്ക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരേടി, വിശപ്പങ്ങോട്ടായി വരുന്നതേ ഉള്ളൂ. അത് പനിയായിരുന്നുകൊണ്ട് തോന്നുന്ന വല്യണ്ണ. കഞ്ഞി കുടിച്ചു തുടങ്ങുമ്പോ വിശപ്പൊക്കെ താനെ വന്നോളൂ. ബാലന്റെയൊക്കെ അവിടുത്തെ മെമ്പർ അടുത്ത ആഴ്ച ജാമ്യത്തിൽ ഇറങ്ങുമെന്നാ കേട്ടത്. അയാൾ ഇറങ്ങിയിട്ട് വേണം ബാക്കി എന്തെന്ന് തീരുമാനിക്കാൻ. ശാരദാമ്മ തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോ ഒന്ന് പോവേണ്ടതായിരുന്നു. എന്നാത്തിന്?
എന്നെ കാര്യത്തിന് അവരെ പോയി കാണാനാ? സ്ത്രീയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. അവരെ മുഖം കണ്ടാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോകും. അവര് ഭയങ്കര ബുദ്ധിമതിയാ. മോന്റെ 2ാം കല്യാണം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി തന്ത്രപൂർവ്വം മാറി നിന്നതാ. എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോ അവര് പൊങ്ങിയത് കണ്ടോ? നഷ്ടപ്പെട്ടത് നമുക്കാ. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരായിരുന്നല്ലോ. അപ്പൊ അവരെന്താ ചെയ്തത്? പുത്തൻ മരുമോളെയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. നമ്മളിപ്പോ അന്യരല്ലേ? നമ്മളുമായിട്ടിപ്പോ എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്യരോട് ഒരു ദാക്ഷിണ്യവും വേണ്ടെന്ന് ഞാൻ പറയുന്നത്. ചാവുന്നത് വരെ അവരെ വീട്ടുപടിക്കൽ പോയി സത്യാഗ്രഹം കിടക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നെങ്കിൽ കല്യാണം ഒന്നും നടക്കാതെ സീതമോൾ ഇവിടെ നിൽക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. നീ വിഷമിക്കണ്ടടി. എല്ലാ കാലത്തും എല്ലാരെയും പൊട്ടനാക്കാനൊന്നും ആർക്കും പറ്റത്തില്ലടി. എന്നാലും ബാലൻ ഇത്ര കുഴപ്പക്കാരനാണെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? ചിലരങ്ങനാടി വളരെ പാവം നടിച്ച് നടക്കും. പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കും. ഹോ, എന്നോടും നിന്നോടും ഒക്കെ എന്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു ബാലന്. പക്ഷേ വയലോരം വീട്ടിലെ ഏറ്റവും വലിയ വിഷം അവനാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയി. ഇവനെ വെച്ച് നോക്കുമ്പോൾ രവി തന്റെ ഭേദം. കുറച്ച് ബഹളം വയ്ക്കൊന്നേ ഉള്ളൂ. ഭാര്യ വീട്ടുകാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനാണെന്ന അവനെപ്പറ്റിയുള്ള ആക്ഷേപം. എന്നാലല്ല, അവന്റെ ഭാര്യ അവൻ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. അല്ലേലും ഒരുപാട് ഒച്ചയുണ്ടാക്കുന്ന ചെണ്ടയുടെ ഉള്ളു പൊള്ളയല്ലേ. എന്തെങ്കിലും ഇച്ചിരി കഴിക്കാം. ശരീരം കിടുകിടുക്കുന്നു. വല്യണ്ണൻ ഒന്ന് ആശുപത്രി പോ. ഇപ്പോഴത്തെ പനിയാ, ഒന്നും പറയാൻ പറ്റത്തില്ല. വെറുതെ വച്ചോണ്ടിരിക്കണ്ട. പിന്നെ ഒരു കുഞ്ഞു പനിക്ക് ഓടി ആശുപത്രി പോകാൻ പോകുകയല്ലേ? ഇത് പഴയ മണ്ണ. പുതിയ പനിയൊന്നും ഇവിടെ ഏശത്തില്ല. രോഗാണുക്കളെ സലൂട്ടടിച്ച് മാറി നിൽക്കും പൂക്കോടിയെ. ആ കടുമാങ്ങ അച്ചാറങ്ങ് തീർന്നു പോയല്ലയോ? വൈദ്യരെ വീട്ടിൽ നിന്ന് കുറച്ച് ശതാവരിക്കിഴങ്ങ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അതങ്ങ് അച്ചാറിടണം കേട്ടോ. ഔഷധമല്ലയോ? പോരാത്തതിന് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും. നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നകുലൻ കഴിഞ്ഞ ദിവസം ലോറിയും കൊണ്ട് വരുമ്പോൾ ബാലനും പുത്തൻ ഭാര്യയും കൂടെ കാറിൽ പോകുന്നത് കണ്ടുവന്നു. ലോറിയൊക്കെ ഇടിച്ചു കയറ്റട്ടെ എന്ന് അവൻ ഓർത്തതാണ്. അങ്ങനെ മഹാഭാവം ഒന്നും ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറയണേ വല്യണ്ണ. അവനങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ് വരജേ? സീതമോളെ അത്രയ്ക്കിഷ്ടമല്ലായിരുന്നു അവന്. പഠിപ്പില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ സീതയെ നമ്മൾ അവന് കൊടുക്കാത്തത്. ഇപ്പൊ തോന്നുക അവന്റെ കൂടെ ആയിരുന്നെങ്കിൽ അവള് സുഖമായി ജീവിച്ചേനെ എന്ന്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിക്കുന്നവരെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ സുഖമായി ജീവിക്കാനൊന്നും ദൈവം വിടത്തില്ല. ചട്ടിക്കകത്ത് വളരുന്ന ചെടിയെപ്പോലാടി ഇവനൊക്കെ. ഒരു പരിധിയിൽ കൂടുതൽ വളരത്തില്ല. വിചാരമോ മാനം മുട്ട വളർന്നു നിൽക്കുകയാണെന്ന്. ബാലന്റെ കാര്യം വല്യണ്ണം പറയണ്ട. നശിച്ചവനെ പറ്റി ഓർത്താ ഉള്ള സ്വസ്ഥത കൂടി പോകും. നീ വിഷമിക്കണ്ടടി. അവനുള്ളത് കൃത്യസമയത്ത് കൃത്യമായി കിട്ടും. അത് നമ്മുടെ കണ്ണിൽ ദൈവം കാണിച്ചു തരും. വക്കീല് ഭാര്യയായിട്ട് എത്ര കാലം ഇങ്ങനെ സന്തോഷിച്ചു പോകുമെന്ന് നമുക്ക് കാണാം. ഒറ്റയടിക്ക് അവനെ തീർക്കാനാണെങ്കിൽ ഈ പൂക്കോടി രാഘവന് ഇപ്പോഴും അതിന് കഴിയും. എടി, ഈ മെല്ലിച്ച ശരീരത്തിൽ 4 or 5 സ്ഥലത്ത് കത്തി കയറിയ പാടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. നമ്മളെ കണ്ണീര് കുടിപ്പിച്ചവൻ ഒറ്റയടിക്ക് അങ്ങനെ തീരണ്ട. അവൻ നരകിച്ച് നമ്മുടെ കൺമുൻപിൽ തീരും. പഠിപ്പുള്ള ഭാര്യയുണ്ടെന്നൊരു വലിയ അഹങ്കാരം അവനിപ്പോ. പക്ഷേ അവന്റെ പുത്തൻ ഭാര്യയെക്കാളും വലിയ പഠിപ്പുള്ളവളാ നമ്മുടെ സീതക്കൊച്ചെന്ന് അവൻ അറിയത്തില്ലല്ലോ. എന്തായാലും മെമ്പർ ജയിലിൽ നിന്ന് വരട്ടെ. അയാളെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല വല്യണ്ണ. 4 തലക്കിൽ നിൽക്കും. രാഷ്ട്രീയക്കാരല്ലോ, അങ്ങനെ നിന്നല്ലേ പറ്റൂ. ബ്രഹ്മാവിന് 3 തലയേ ഉള്ളൂ. രാഷ്ട്രീയക്കാർക്ക് 4 തലയാ. ഒരേ സമയം 4 ദിക്കിലേക്ക് നോക്കി ചിരിക്കണ്ടേ? രാഷ്ട്രീയക്കാരെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദേ വന്നു നമ്മുടെ പ്രസിഡന്റ്. പൂക്കോടി, എന്നതാ പ്രസിഡന്റ്? നിങ്ങളുടെ മരുമോൻ ബാലേന്ദ്രന്റെ നാട്ടിൽ നിന്ന് ഒരു ഫോൺ വന്നു. ആര് വന്നു? തമാശ കള പൂക്കോടി. ഫോൺ. അവിടെ നിന്നൊരു വിവരം കിട്ടി.
ഞാൻ തിരിച്ചു വിളിച്ച് അത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കാര്യം എന്നതാണെന്ന് പ്രസിഡന്റ് പറഞ്ഞില്ല. കാര്യം കേട്ടാ നിങ്ങൾ ഞെട്ടും. ആ എന്നതാ പ്രസിഡന്റ്, കാര്യം പറ. നിങ്ങളുടെ സീതമോളെ തിരിച്ചു വന്നു. എന്റെ ദൈവമേ, നേരാണോ പ്രസിഡന്റ്? നേരാണെന്നേ, സീത വയലോരം വീട്ടിലുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സീത ഗർഭിണിയാണെന്നാ കേട്ടെ. എന്റെ ദൈവമേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ. പെങ്ങളെ റെഡി ആയിക്കോ, നമുക്ക് വയലോരം വീട്ടിലേക്ക് പോകാം. പ്രസിഡന്റും കൂടി വരണം. ഞാൻ പഞ്ചായത്ത് ഓഫീസ് കാണും, നിങ്ങൾ ആ വഴി വന്നാൽ മതി. ഇനി പൂക്കോടയാഘവൻ കിളയ്ക്കാൻ പോകുന്നത് ഇവിടല്ല, അങ്ങ് വയലോരം വീട്ടില്ല. എവിടെയാ അവര്? അപ്പുറത്തുണ്ട്. എന്റെ ചേട്ടനെന്ന് പറയുന്ന നാണം കെട്ടവനാ. അയാള് പുത്തനച്ചയും കെട്ടിപ്പിടിച്ചോണ്ട് അകത്തേറി ഇരിപ്പുണ്ട്. ഛേ, എന്തൊരു നാണക്കേടാണെന്നോ. കവലയിലൊക്കെ സംസാരം തുടങ്ങി കഴിഞ്ഞു. വയലോരം വീട്ടിലെ ബാലചന്ദ്രന് ഡബിൾ ബമ്പർ അടിച്ചെന്ന്, കൂടെ പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു കൊച്ചും. എന്റെ ബലമായ പേടി രവിയേട്ടനുമായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ അമ്മ എന്നോട് പറയൂന്ന്. അയ്യോ, ഞാൻ എന്നാ പഴിച്ചു? ഞാനുമായിട്ടുള്ള ബന്ധം എന്തിനാ മതി മുറിക്കുന്നത്? ഞാൻ എന്നാ തെറ്റ് ചെയ്തു മതി? പണ്ട് ഞാൻ ഇതേ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു എന്നതിന് ഇവിടെ യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ വീടാണ് പ്രശ്നം. നിങ്ങളുടെ അമ്മയും ചേട്ടനുമാണ് കുഴപ്പക്കാർ. നിങ്ങളുടെ ചേട്ടത്തിയമ്മമാരും അനീത്തിയുമാണ് പ്രശ്നക്കാർ. നിങ്ങൾ ചന്ദനം പൂശി ഉടുപ്പിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ചുമക്കുന്നതേ ചാണകക്കൊട്ടയാണെന്നുള്ള ഓർമ്മ വേണം. മതിയുടെ വീട്ടുകാര് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാലും എന്റെ മതി സമ്മതിക്കത്തില്ലല്ലോ. അയ്യാടാ, ആര് പറഞ്ഞു? ആ സെക്കൻഡില് ഞാൻ സമ്മതിക്കും. മാതാപിതാക്കളെ അനുസരിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ അവരിന്ന് കാണട്ടെ മതി. മനുഷ്യന് നാണം കെടുത്താൻ എന്തിനാ ഒരു ഗർഭവുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നതെന്ന് എനിക്കറിയണം. കേട്ടോ വല്യേച്ചി, ആരെങ്കിലും എന്തേലും തന്നാ നമ്മള് തങ്കൂന്നങ്ങ് പറയണേ. ആരെങ്കിലും ഇരിച്ചാല് ഷോറിന്നങ്ങ് പറയണം. ആ കൈയൊന്ന് മാറ്റിച്ചേ, ഇതിനകത്ത് കുഞ്ഞാവയല്ലേ? ഇതിനകത്ത് കുഞ്ഞാവയാ. ഓ വന്നോ ദേശാടന പക്ഷി. നിങ്ങൾ ഗർഭവും കൊണ്ട് വന്ന കഥ നാട്ടിൽ പാളത്താർ കുട്ടി ആൾക്കാർ പാടി തുടങ്ങി. രവി, നീ ഇതാരോടെ സംസാരിക്കുന്നറിയോ? അമ്മ അമ്മയുടെ പാട് നോക്ക്. എനിക്ക് ഇവരോട് ചിലത് ചോദിച്ചറിയാനുണ്ട്. എന്താണ് നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? എന്താണെന്ന്? അത് പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ? എവിടെയായിരുന്നു? അത് ചോദിക്കാനേ നീ ആരാടാ? നിന്റെ ഭാര്യയുടെ അമ്മാവനല്ലേ DYSP, അല്ലാതെ നീയല്ലല്ലോ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ. കുഞ്ഞേട്ടാ, ഞാനും വല്യേച്ചിയും കൂടെ ഒന്നിച്ചാ വന്നത്. നിർത്തി നാശമേ, വിശേഷം പറയാൻ വന്നേക്കുന്നു. നിങ്ങളോടാ പറയാൻ പറഞ്ഞത്. രവി, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഈ വീട്ടില് അല്പമെങ്കിലും അന്തസ് ബാക്കിയുള്ളത് എനിക്കാ. എനിക്കപ്പ ചോദിക്കാം. ഇവരെ കൊണ്ടേ ഞാൻ പറയിക്കാം. നിർത്തടാ. നീ ആരാടാ എന്നെ കൊണ്ട് പറയിക്കാൻ? ആരാന്ന്? അച്ചിക്കോന്തൻ അന്തസ്സിന്റെ മഹാത്മ്യം പറയുന്നു. നീ എന്ത് കരുതടാ എന്നെ പറ്റി? കരയാൻ മാത്രം അറിയാവുന്ന ആ പഴയ സീതയാണെന്നോ? എങ്കിലേ തെറ്റി രവി. കണ്ണീരിന് തീ പിടിച്ച പുതിയ സീതയായത്. നിങ്ങൾ എന്തിനാ ഈ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത്? മിണ്ടരുത് നീ. ഞാൻ ഉറഞ്ഞു തുള്ളിയാ ഞാൻ പള്ളിവാൾ എടുത്താലേ ആദ്യം ഇവിടെ കിടന്ന് ഉരുളുന്ന നിന്റെ തലയായിരിക്കും. കാണണോടി? എന്റെ മതി എന്തെങ്കിലും പറഞ്ഞ കൊല്ലും ഞാൻ. നീയോ? മൊട്ട സൂചി കൊണ്ടൊന്ന് കുത്തിയാൽ ചോര വാർന്ന് ചത്തുപോകുന്ന നീയാണോടാ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു പറ്റുന്നത്? ആദ്യം നീ പോയി ഒരു നഖം വെട്ടി പിടിക്കാൻ പഠിക്ക. പോടാ. എനിക്ക് സംസാരിക്കാനും ചിലത് ചോദിക്കാനും ഒക്കെ ഉള്ളതേ നിന്റെ ചേട്ടനോടാ. അത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചോളാം. അതിന്റെ ഇടയ്ക്ക് നിന്റെ ഭരണം വേണ്ട. അനിയനെ അടി വാങ്ങിക്കും. അടിക്കരുത്. അടി വേണ്ടെങ്കി പോടാ. പോടാ. ഡി, വിളിച്ചോണ്ട് പോടി നിന്റെ വളർത്തുമൃഗത്തെ. അതോ ഞാൻ വിളിച്ചു പറയണോ ഓരോന്നായിട്ട്? വാ വന്നേ. ഇവർക്ക് ഭ്രാന്താ. വാ നമുക്ക് പിന്നെ സംസാരിക്കാം. വാ.
എന്റെ മതി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരിത് ഇവിടുന്ന് വന്നു. വിശ്വസിച്ചേ പറ്റൂ. കണ്ണുകൊണ്ട് കണ്ടാ പിന്നെ വിശ്വസിച്ചല്ലേ പറ്റൂ. ആ കൂട്ടത്തിൽ ആ പെണ്ണും വന്നു. ഈശ്വര, ഈ പിശാചുക്കളെല്ലാം കൂടി ഒന്നിച്ചു വരികയാണ്. മതി, അവരെന്തെങ്കിലും വിട്ടു പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഒന്നുമില്ല. പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോകും മതി കാര്യങ്ങൾ. ചിലപ്പോ അഴിയണേണ്ടി വരും. അഴിയും. ഒന്നുകിൽ അവരെല്ലാം മറന്നു പോയിരിക്കും, അല്ലെങ്കിൽ മറവി അഭിനയിക്കുന്നു. അതെങ്ങനെ നമ്മൾ ചെയ്തത് മാത്രം അവര് മറന്നു പോകുന്നു? തലച്ചോറിലെ ഒരു ഫോൾഡർ മാത്രമായിട്ട് അങ്ങ് ഡിലീറ്റ് ആയി പോകുന്നു. അപ്പോ അതവരുടെ അതിബുദ്ധിയാണ്. രഹസ്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുക, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. എന്തായാലും സൂക്ഷിക്കണം. സീത തിരിച്ചു വന്നിരിക്കുന്നത് പഴയ സീതയായിട്ടല്ല. അവരുടെ ഓരോ നോട്ടത്തിലും ചലനത്തിലും ശബ്ദത്തിലും വരെ അറിയാം എന്തുണ്ട് കലമോളെ എന്നുള്ള അവരുടെ ഒറ്റ ചോദ്യത്തിൽ തന്നെ ഞാൻ ചൂളി ചുരുങ്ങിപ്പോയി. അവരെ രക്ഷിച്ചാരോ അവരുടെ പിന്നിലുണ്ട് മതി. ഇല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടെ അവരിങ്ങോട്ട് വരില്ല, അതുറപ്പാ. നീ പറഞ്ഞത് ശരിയാ. മരണത്തിന്റെ തുമ്പ് വരെ പോയ സീതയെ തിരിച്ചു പിടിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ആരോ ഉണ്ട്, അതുറപ്പാ. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ആ ചിറക് വെട്ടണം, അല്ലെങ്കിൽ സീത നമ്മളെ കളി പഠിപ്പിക്കും. സീതയും ഇന്ദുബാലയും ഒന്നിച്ചു നിന്ന നമുക്ക് പിന്നെ തടയാൻ പറ്റത്തില്ല. അതിനാദ്യം ചെയ്യേണ്ടത് അവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാ. ഇല്ല മതി, സീതയും ഇന്ദുബാലയും ഒരിക്കലും ഒന്നിച്ചു നിൽക്കില്ല. ഒരു ഭർത്താവിന് വേണ്ടി തമ്മിലടിക്കുന്ന അവർ ഒരിക്കലും ഒന്നിക്കില്ല. ഇന്ദുബാലെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നിർത്തണം. ഒരു പരുവത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അവര് നമ്മളോട് നിൽക്കുന്ന ഉറപ്പാണോ? എങ്ങനെയും അവരെ ഒപ്പം നിർത്തണം. നമ്മളല്ലേ ആവശ്യക്കാര്. മതി ആക്രമിച്ചതും ഞാൻ ആശുപത്രിയിൽ നിന്ന് കടത്തിയതും ഒന്നും സീത പറയാത്ത മനഃപൂർവ്വ. അവരെന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നതാവും ലക്ഷ്യം. നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടാവൂ. ഇവിടേക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മാത്രമല്ല, ചോദ്യം ചെയ്യാനും ഉപദ്രവിക്കാനുള്ള ധൈര്യം അവർക്കാണ്. എന്തായാലും സൂക്ഷിച്ച് തന്നെ നീങ്ങാം. സൂക്ഷിച്ച് നീങ്ങിയാൽ മാത്രം പോരാ മതി. സീതാ ബാലചന്ദ്രൻ ഇങ്ങോട്ട് 10 ഉയർത്തുന്നതിന് മുമ്പ് അങ്ങോട്ട് ആഞ്ഞടിക്കുകയും വേണം. ഏതു വിധേനയും ഇന്ദുബാലയും ബാലേട്ടനെയും കയ്യിലെടുത്തേ പറ്റൂ. അതാണോ നല്ലത്, അതോ ചെയ്തു പോയ തെറ്റ് ഏറ്റു പറയുന്നതിന് നടിച്ച് സീതയുമായി അടുത്തു കൂടുന്നതോ? അതും ഒരു സാധ്യതയാ. പക്ഷേ എനിക്ക് അവരുടെ മുമ്പിൽ പോയി കുനിയാൻ വയ്യ. അതിലും ഭേദം എന്റെ തലയെടുത്ത് അവരുടെ കാൽച്ചോട്ടി കൊണ്ട് ഇട്ടു കൊടുക്കുന്നത്. അപ്പോ ആദ്യ ഓപ്പറേഷൻ ഇന്ദുബാല അല്ലേ മതി? അതിനു മുമ്പ് എനിക്ക് അമ്മയൊന്ന് കാണണം. അമ്മയുടെ കാലുകളെ മരവിച്ചു പോയിട്ടുള്ളൂ. ബുദ്ധിക്ക് ഒരു കുഴപ്പവും ഇല്ല. അമ്മ പറയും ഇനി എന്തു വേണമെന്ന്. എന്തായാലും വയലോരം വീട്ടിലെ കമ്പക്കെട്ടിന് തീ പിടിച്ചു കഴിഞ്ഞു. ഇനി കാണാം ഓരോരുത്തരുടെയും ഇടനെഞ്ച് പൊട്ടുന്ന സ്ഫോടനങ്ങൾ. കണ്ട് രസിക്കാം നമുക്ക്. എന്താ ചന്ദ്രേട്ടൻ ചിന്തിക്കുന്നത്? പറയ. അപ്പുറത്തെ മുറിയിൽ അമ്മയുടെ അടുത്ത് സീതയുണ്ട്, ചന്ദ്രേട്ടന്റെ ആദ്യ ഭാര്യ. ഞാൻ എന്ത് വേണം ചന്ദ്രേട്ട? പറയ. 2 മാസം പ്രായമുള്ള ഈ താലി അഴിച്ചു വെച്ചിട്ട് പോണോ? എന്തു ഞാൻ ചന്ദ്രേട്ടന് ഒന്നും പറയാനില്ല, എനിക്കറിയാം. ചന്ദ്രേട്ടന്റെ മനസ്സെനിക്ക് കാണാൻ പറ്റും. ചന്ദ്രേട്ടൻ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഞാനുമായുള്ള ഈ നശിച്ച കല്യാണം വേണ്ടായിരുന്നു. എന്തു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നല്ലേ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി ചന്ദ്രേട്ടൻ ചിന്തിച്ചു തുടങ്ങും. എന്തു നീ പറഞ്ഞില്ലേ
എന്റെ മനസ്സ് നിനക്ക് കാണാൻ പറ്റുമെന്ന്, അതുപോലെ നിന്റെ മനസ്സും എനിക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും അവനവൻ തോൽക്കും എന്നുള്ള ഭയമാണ്, ജയിക്കണം എന്നുള്ള വാശിയാ. എല്ലായിടത്തു നിന്നും വെട്ടേറ്റ് ചോര വാർന്നു നിൽക്കുന്ന ബാലിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ചന്ദ്രേട്ടൻ ഇമോഷണൽ ആവുന്നത് എന്തിനാ? ഇമോഷണൽ ആകരുത് പോലും. ബാലന് സങ്കടപ്പെടാൻ അവകാശമില്ലല്ലോ. ബാലൻ മണ്ടൻ, പഠിപ്പില്ലാത്തവൻ, പൊട്ടൻ, വിവരമില്ലാത്തവൻ, ചക്കിക്കെട്ടിയ പോത്തിനെ പോലെ ചുമ്മാ നിലമുഴുന്നവൻ. ബാലന് വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ലല്ലോ. ചന്ദ്രേട്ടൻ ഒരു തീരുമാനം പറഞ്ഞില്ല. തിരിച്ചു വന്ന ആദ്യ ഭാര്യ വേണോ, അതോ ചന്ദ്രേട്ടന്റെ തകർച്ചയിലൊപ്പം നിന്ന ഞാൻ വേണോ? ഇന്ദു, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. എത്ര നാള് ചന്ദ്രേട്ടൻ ഇങ്ങനെ ഒളിച്ചോടാൻ പറ്റും? എന്നാണെങ്കിലും ചന്ദ്രേട്ടൻ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഈ ചോദ്യം എന്നെങ്കിലും എന്റെ നെഞ്ചിന് നേരെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. പക്ഷേ ഇത്ര പെട്ടെന്നാവുമെന്ന് കരുതിയില്ല അല്ലേ? ഞാൻ കണ്ട സ്വപ്നത്തെപ്പറ്റി ചന്ദ്രേട്ടനോട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ മുറ്റത്ത് വന്നു നിന്ന് എന്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി സീത എന്തൊക്കെയോ പറയുന്നുവെന്ന് അന്നും ചന്ദ്രേട്ടൻ ഒഴിഞ്ഞു മാറി. സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി പേടിപ്പെടുത്തുന്ന ഒരു സത്യമായി മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഇനി എങ്ങോട്ട് ഒളിച്ചോടും? സീത എന്നൊരു ഭാര്യ എനിക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇന്ദുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ചന്ദ്രേട്ടൻ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണോ? എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് എല്ലാം സഹിക്കണമെന്നാണോ? രണ്ടാം ഭാര്യയ്ക്ക് എപ്പോഴും രണ്ടാം സ്ഥാനമേ കാണൂന്ന് എനിക്കറിയാം. പക്ഷേ പണ്ട് പറഞ്ഞതുപോലെ താലൂരി വെച്ച് യാത്ര പറഞ്ഞ് ഈ പടി കടന്നു പോവാൻ ഇനി ഇന്ദുബാലയ്ക്ക് കഴിയില്ല. കാരണം ഞാൻ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ഭാര്യയായി പോയതുകൊണ്ട്. കുറച്ചു കാലം കഴിയുമ്പോ ഇന്ന് സീത വന്ന് നിന്നതുപോലെ ഒരു കുഞ്ഞിനെയും വയറ്റിൽ ചുമന്ന് ഈ പടിക്കൽ വന്ന് ഒരഗതിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്ക് താല്പര്യമില്ല. എനിക്ക് എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട്. എനിക്ക് നിങ്ങളുടെ മേൽ അവകാശമുണ്ട്. ഇന്ദു, നീ ഈ പറഞ്ഞ വ്യക്തിത്വ അവകാശമൊക്കെ അപ്പുറത്തെ മുറിയിരിക്കുന്ന സീതയ്ക്കുണ്ട്. നിർത്ത്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ സീതയും നിങ്ങളുടെ സങ്കടത്തിൽ താങ്ങി നിർത്തിയ എന്നെയും കൂടി ഒരേ തട്ടിൽ കാണരുത്. ഇന്ദു, എന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതുപോലെ സീതയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് ഞാൻ. സീതയുടെ ചോദ്യത്തിന് എന്തിന് ചന്ദ്രേട്ടൻ ഉത്തരം പറയണം? ചോദ്യം ചോദിക്കാൻ എന്ത് അർഹതയാണ് സീതയ്ക്കുള്ളത്? കയ്യിൽ വീണ തീക്കനൽ പോലെ കുടഞ്ഞെറിഞ്ഞിട്ട് പോയതാ സീത നിങ്ങൾക്കൊപ്പമുള്ള ജീവിതം. ഉള്ളം കയ്യിൽ കോരിയെടുത്ത നിലാവ് പോലെയായിരുന്നു എനിക്ക് നിങ്ങളൊത്തുള്ള ജീവിതം. പക്ഷെ ചന്ദ്രേട്ട ഇപ്പൊ എനിക്ക് പൊള്ളിത്തുടങ്ങി. സീതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് ചന്ദ്രേട്ടന്റെ സ്വസ്ഥത കളയുന്നതെന്ന് എനിക്കറിയാം. സ്വന്തം കുഞ്ഞിനെയും അതിന്റെ അമ്മയും ഉപേക്ഷിക്കാമോ എന്നുള്ള ചിന്ത, അതാ ചന്ദ്രേട്ടന്റെ പൊള്ളല്. അതൊരു സത്യം എന്തോ, ഞാനത് നിഷേധിക്കുന്നില്ല. നിഷേധിച്ചിട്ട് കാര്യമില്ല. ഞാൻ പൊട്ടിയൊന്നുമല്ലല്ലോ. സീതയെ ചന്ദ്രേട്ടൻ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷേ സീതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മനസ്സിലേക്ക് ഒട്ടിച്ചു വെക്കുന്നതിന് മുൻപ് അത് സ്വന്തം കുഞ്ഞാണോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്ക് ചന്ദ്രേട്ടൻ. ആദ്യം ഒരാൾ കഴുത്തിൽ താലി കെട്ടിയതും കല്യാണത്തിന്റെ അന്ന് തന്നെ അയാൾ മരിച്ചതും മറച്ചുവെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയവളാ സീത. അങ്ങനെ ഒരാൾ ഒരു കാലയളവിന് ശേഷം ഗർഭിണിയായി തിരിച്ചെത്തുമ്പോ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന് പറയുമ്പോ ചന്ദ്രേട്ടൻ അത് വെള്ളം തൊടാതെ വിഴുങ്ങിയതിൽ എനിക്ക് സഹതാപമുണ്ട്. വലിയ വലിയ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നവർക്കാണോ ഒരു കുഞ്ഞിന്റെ യഥാർത്ഥ പിതൃത്വം മറച്ചു വെക്കുന്നതിലും? ഓ, സീതയെ പറ്റി പറഞ്ഞപ്പോ ചന്ദ്രേട്ടന് നൊന്തു അല്ലേ? അതുകൊണ്ടൊന്നും അല്ല എനിക്ക് നൊന്തത്. പിന്നെ സീതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പറ്റി പറഞ്ഞതിലോ? കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കണോന്ന് ഞാൻ പറഞ്ഞതാ. ഇനി അങ്ങനെ തന്നെ പറയും. പണ്ട്
പണ്ടൊരുത്തൻ താലി കെട്ടിയ സീതയെ ഭാര്യയായി കൊണ്ടു നടന്നില്ലേ, ഒന്നും അറിയാതെ. അതുപോലെ ആരുടെയെങ്കിലും കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് കരുതി നിങ്ങൾ കൊണ്ടു നടക്കും. അതെനിക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങള് വീണ്ടും സീതയുടെ മുമ്പിൽ മണ്ടനായിക്കോ, പക്ഷേ മണ്ടത്തരത്തിന് തീവെട്ടി പിടിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ ഒടുക്കത്തെ ഒരു ക്രോസ് വിസ്താരം. കൊള്ളാം ചന്ദ്രേട്ട, നന്നായി. എന്താ നിർത്തിയത്? തല്ലിക്കൂടായിരുന്നോ? അത്രയ്ക്ക് വലിയ തെറ്റുകളാണല്ലോ ഞാൻ നിങ്ങളോട് ചെയ്തത്. ചന്ദ്രേട്ടന്റെ ഭാവം കണ്ടാ തോന്നും ഒരു ദിവസം നിങ്ങളെ ഇട്ടിട്ട് പോയതും മാസങ്ങൾക്ക് ശേഷം ഗർഭിണിയായി തിരിച്ചു വന്നതും ഈ ഞാനാണെന്ന്. സോറി. ഒന്ന് പോ ചന്ദ്രേട്ട. ജീവിതത്തില് ഇത്രയും തകർച്ചകൾ ഉണ്ടായിട്ടും നിങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിച്ചില്ല. പേടിക്കണ്ട ചന്ദ്രേട്ട, എനിക്ക് പിണക്കൊന്നുമില്ല. ഈ കഥയുടെ അവസാനം എന്തായിരിക്കുമെന്ന് ഞാൻ നേരത്തെ ഊഹിച്ചതാ. പ്രസിഡന്റ് ഇറങ്ങ. വനജേ ഇങ്ങോട്ട് ഇറങ്ങി. ശശിര നീ വണ്ടി പുറകിലോട്ടിട്ടെ. വെയിറ്റിംഗ് ചാർജ് ഞാൻ തരാം. പൂക്കൊടി ചാടി കയറി വഴക്കിനൊന്നും പോകണ്ട. ഒന്നാമത് അവൻ വേറെ കല്യാണം കഴിച്ചു, രണ്ടാമത് സീത ഗർഭിണിയാണെന്നാ കേട്ടത്. എങ്ങനെ ഒന്നിച്ചു പോകാനാ? രണ്ട് ഭാര്യമാരിൽ ഒരാളായിട്ട് ഞങ്ങളുടെ സീത നിൽക്കത്തില്ല. വല്യണ്ണ, നമ്മുടെ കൊച്ചിനെ പിന്നെ നമ്മൾ എന്നെ ചെയ്യും? എന്തായാലും കടലിൽ താഴ്ത്തത്തില്ല. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ വല്യണ്ണ. സീത മോളെ, മോളെ. അമ്മേ, എന്റെ മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ, എവിടെയായിരുന്നു നീ ഇത്രയും കാലം? അമ്മേ, മോളെ. ആഹാ, എല്ലാവരും വന്നിട്ട് കാണേണ്ടവനെ കാണുന്നില്ലല്ലോ. എടാ ബാല, പുത്തമ്പളക്കാരാ, ഇറങ്ങി വാടാ. ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കല്ലേ. എന്തു വഴക്ക്? ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവന്റെ നിന്ന് കേൾക്കണം. ഇറങ്ങി വരാൻ പറയ് ആ ബുദ്ധിരാക്ഷസനോട്. ബാല, ആഹാ വന്നല്ലോ കപ്പിൾസ്. നിന്നോട് ചോദിക്കാനൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്താ ഞങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനം? അയ്യോ, വഴക്കു വേണ്ട. സീത ഇവിടെ നിന്നോട്ട്. വയലോരം വീട്ടിലെ അടുക്കളയിൽ 2 കഞ്ഞിക്കലവണെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ആൺമക്കളുടെ അന്തപുരത്തിൽ 2 കട്ടിലുണ്ടെന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കരുത്. അനാവശ്യം പറയരുത്. ആഹാ, നിന്റെ വാക്കാത്ത നാക്കൊണ്ടല്ലേ. എന്താ ശാരദാമേ സീതയുടെ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം? അത് പറയും. ഞാൻ എന്ത് പറയാനാ? അല്ല, അതും ശരിയാ. ശരി, ബാലൻ പറ, എന്താ തീരുമാനം? സീത നിൽക്കണോ അതോ പോണോ? ബാല, പറ ബാല, ഗർഭിണിയായ എന്റെ കൊച്ചിനെ നിനക്ക് വേണ്ടേ? സീതയെ സ്വീകരിക്കണമെങ്കിൽ അവന് പുതിയ ഭാര്യയും അതുവഴി കിട്ടിയ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കണ്ടേ? എന്താ ബാല, സീതയ്ക്ക് വേണ്ടി നീ ഇന്ദുവിനെ ഉപേക്ഷിക്കും? പോവാമ്മേ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകാതെ പിന്നെ എന്റെ പൊന്നു മോളെ, നിന്നെ ആർക്കു വേണ്ടെങ്കിലും ഈ അമ്മയ്ക്ക് വേണോടി. ഗർഭിണിയായ എന്റെ കുഞ്ഞിനെയാ നീ ഉപേക്ഷിക്കുന്നത്. നീ മുടിഞ്ഞു പോകൂടാ, നീ മുടിഞ്ഞു പോകും. എന്റെ മോൾക്ക് പിന്നാലെ നീ യാചിച്ചു വരുന്ന ഒരു കാലം ഉണ്ടാവും.
നോക്കിക്കോ. ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു നീ കരുതണ്ട. നിന്നെ കൊണ്ട് അഴി എണ്ണിക്കും. നിന്റെ അച്ഛൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കട്ടെ. ബാല, ഇത് സംഗതി വഷളാവും കേട്ടോ. ഇതേ ഞങ്ങളുടെ നാടിന്റെ അഭിമാന പ്രശ്നമാണ്. അമ്മാമ്മേ, നമുക്ക് പോവാം. വലിയച്ചി പോവല്ലേ, വലിയച്ചി പോവല്ലേ. പോയേ പറ്റുള്ളൂ മോളെ. എനിക്ക് മനസ്സിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പൊന്നെ? ഒരു കാര്യമുണ്ട്. എന്താ മതി? എന്തെങ്കിലും പ്രശ്നമാണോ? പ്രശ്നമാണോന്ന് ചോദിച്ചാ അല്ലാന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. ഇത്രയും ധൈര്യത്തിൽ അവർ നിൽക്കണമെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ. എന്നതാ? അവർക്ക് പിന്നിൽ ശക്തമായ സപ്പോർട്ടിന് ആരോ ഉണ്ടെന്ന്. ആര്? ആരോ. കുട്ടിമണിയും കൊണ്ട് അവർ തിരിച്ചു വന്നു കേട്ടപ്പോഴേ ഞാൻ ചിന്തിച്ചത് അതാ. എന്താ മതി? എന്തെങ്കിലും പ്രശ്നമാണോ? പ്രശ്നമാണോന്ന് ചോദിച്ചാ അല്ലാന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. എന്നതാ കാര്യമൊന്ന് പറ മതി. അല്ല, രവിയേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്ത് കാര്യം? ഇതാ രവിയേട്ടന്റെ കുഴപ്പം. ഒരു കുന്തു ശ്രദ്ധിക്കത്തില്ല. അല്ല, എന്താ മതി ഉദ്ദേശിക്കുന്നതെന്ന്? മനുഷ്യ, സീതയടത്ത് ഇവിടുന്ന് പോയപ്പോ പറഞ്ഞതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന് സീതയടത്തി വല്ലതും പറഞ്ഞോ? അങ്ങ് പോയതല്ലേ ഉള്ളൂ. നിങ്ങള് പോയെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചാലേ എനിക്ക് ഭ്രാന്ത് കയറും. പറ പൊന്നെ. എന്റെ പൊന്നിന്റെ മനസ്സിൽ എന്താണെന്ന് രവിയേട്ടൻ എങ്ങനെ അറിയാനാ? ഓ, സുഖിച്ചു. അവര് പോവാൻ നേരം മനസ്സജനെ വിളിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ആ, ശ്രദ്ധിച്ചു. അവര് പറഞ്ഞതെന്താണെന്ന് ശ്രദ്ധിച്ചോ? മനസ്സജനെ ഒന്ന് കാണുന്നു പറഞ്ഞു. ആ പറഞ്ഞതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉള്ളതായി നിങ്ങൾക്ക് തോന്നിയിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മതി? കുഴപ്പം എനിക്കല്ല, നിങ്ങളുടെ തലയ്ക്ക. എന്തിനാ മനുഷ്യ ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു തല? കൊണ്ടുപോയി ഉമിക്കരിയിട്ട് വെക്കും. അല്ല പിന്നെ. സീതാ ബാലചന്ദ്രൻ പോയപ്പോ മനസ്സുജനോട് പറഞ്ഞത് ഒന്ന് കാണണം, സംസാരിക്കാനുണ്ട് എന്നാണ്, അല്ലേ? യെസ്. അത് കേക്കെങ്കിലും ചെയ്തല്ലോ, ഭാഗ്യം. ആ പറഞ്ഞതിനു പിന്നിൽ എന്തോ ഒരു കെണിയുണ്ട്. എന്ത് കെണി? അവരൊന്നിച്ചു നിന്നേ നമുക്കെതിരെ എന്തെങ്കിലും ഒരു കെണി ഒരുക്കും. അവരൊരുമിച്ച് നിന്ന് നമുക്കെതിരെ എന്ത് കുന്തം ചെയ്യാനാ? ആ അല്ല, നമ്മളാണല്ലോ അവരുടെയൊക്കെ പൊതു ശത്രു. നമ്മളോടാണല്ലോ അസൂയ. എന്നാലും ഈ സീതടുത്ത് ഇതുവരെ എവിടെയായിരുന്നു എന്നാ? ധൈര്യത്തിലുള്ള അവരെ നിപ്പ് കണ്ടില്ലേ? ഇത്രയും ധൈര്യത്തിൽ അവർ നിൽക്കണമെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ. എന്നതാ? അവർക്ക് പിന്നിൽ ശക്തമായ സപ്പോർട്ടിന് ആരോ ഉണ്ടെന്ന്. ആര്? ആരോ. കുട്ടിമണിയും കൊണ്ട് അവർ തിരിച്ചു വന്നു കേട്ടപ്പോഴേ ഞാൻ ചിന്തിച്ചത് അതാ. ഒളിവിൽ താമസിക്കാനും സ്വയം ഒളിപ്പിച്ചു പിടിക്കാനും ഇവിടെ വരെ വരാനും ബാലേട്ടന്റെ മുമ്പിൽ വരെ നിവർന്നു നിൽക്കാനുള്ള ധൈര്യം അവർക്കെങ്ങനെ കിട്ടിയെന്ന്, ആര് നൽകിയെന്ന്
ഞാനെന്തായാലും അമ്മയൊന്ന് കാണട്ടെ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത്ര സുഖമുള്ളതായിരിക്കത്തില്ല, ഉറപ്പ്. മനസ്സിജനെ പേഴ്സണലായി കാണണമെന്ന് പറഞ്ഞ സീത പോയത് അല്ലേ? അതെ. എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് എനിക്കും നിനക്കും ഒക്കെയുള്ള ഒരപകട മുന്നറിയിപ്പാണ്. അപകട മുന്നറിയിപ്പോ? അതെ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. മനസ്സിജനെ ഒപ്പം നിർത്തിയിട്ട് അവനെ മാപ്പുസാക്ഷിയാക്കി കളിക്കാനായിരിക്കും സീതയുടെ പദ്ധതി. അങ്ങനെ വന്നാൽ മനസ്സിജൻ ഇപ്പോ നമ്മുടെ ശത്രുപക്ഷത്താണ്. സോ അവൻ നമുക്കെതിരെ ഏത് രീതിയിലും കടകം തിരിയും. സീത ഇതുവരെ എവിടെയായിരുന്നു? സീതയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ അസ്ത്രമുനകളായി മനസ്സിജിന് നേരെ തിരിയണം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മളുണ്ടാക്കണം. ആ ഉത്തരങ്ങൾ സീതയ്ക്കും മനസ്സിജനുമെതിരെയുള്ള കരുക്കളായി മാറണം. ഈ കളിയിൽ നിനക്ക് അംഗത്തുണയായി ഒരേ ഒരാൾ മതി, ഇന്ദുബാല.